മാതാപിതാക്കളെ എന്താ പറയാ ഉപേക്ഷിക്കുന്ന മക്കള്, തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങളുടെ ശാപമായി മാറുന്നുണ്ടോ എന്ന് ചിലപ്പോഴെനിക്ക് തോന്നാറുണ്ട്. ഈ കൊച്ചു കേരളത്തില് 712 രജിസ്റ്റർ ചെയ്ത വൃദ്ധമന്ദിരങ്ങളുണ്ട്. നിറയെ അന്തേവാസികളാ. 712 രജിസ്റ്റർ ചെയ്തത്, രജിസ്റ്റർ ചെയ്യാത്തത് വേറെ. ഈ കഴിഞ്ഞ വർഷം എനിക്കൊരു വൃദ്ധദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ ഒരു വൃദ്ധമന്ദിരത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ഡയറക്ടർ ഒരു കന്യാസ്ത്രീയാണ്. അവരെൻ്റെ കൂടെ പഠിച്ചതാണ് ഡിഗ്രിക്ക്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്, ഒരു ഫുൾ ഡേ എനിക്ക് നിന്നെ വേണം. രാവിലെ മുതൽ ഞങ്ങളുടെ അമ്മച്ചിമാർക്ക് മത്സരങ്ങൾ, ഉച്ചയ്ക്ക് സദ്യ, ഉച്ച കഴിഞ്ഞ് പൊതുസമ്മേളനം, തിരുവഞ്ചൂരാണ് ഗസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ പോയി ഈ അമ്മച്ചിമാരുടെ കൂടെ കളിയും ചിരിയും എല്ലാം ആട്ടും പാട്ടും എല്ലാം ആയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മച്ചി, അവിടെ 35 അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്ന് പറ്റിയത്? അപ്പ എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാർ അപ്പൊ ഞാൻ ചോദിച്ചു, ഏതവന്മാര്? എന്റെ മക്കള് അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം പോലും അമ്മച്ചിയെ നോക്കുന്നില്ലെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലിരിപ്പൊട്ടും ശരിയല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാന് എന്തായാലും കൊള്ളാം, അമ്മച്ചിയുടെ കൂടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ മുറിയിൽ പോയി. അമ്മച്ചിയുടെ മുറിയിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ പത്രങ്ങൾ, പാതി വായിച്ച് കമഴ്ത്തി വെച്ച ഒരു ഇംഗ്ലീഷ് നോവൽ, എല്ലാം ഇംഗ്ലീഷാ. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, സാധാരണക്കാരിയല്ല അല്ലേ, നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ പഴയ MSc B.Ed കെമിസ്ട്രി ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആടി. ഡൽഹിയിലായിരുന്നു. എന്റെ ഭർത്താവ് ഒരു ആർമി ഓഫീസറായിരുന്നു. അങ്ങേരുടെ ട്രാൻസ്ഫറിനനുസരിച്ച് എന്റെ ജോലികൾ ശരിയായില്ല. മാത്രമല്ല മക്കൾ 8 പേരായി. അപ്പൊ ഞാൻ എന്റെ ജോലി കളഞ്ഞു. എന്നാലും ഞാൻ വായിക്കും. അമ്മച്ചി പോയി അമ്മച്ചിയുടെ പുസ്തക ശേഖരത്തിൽ നിന്നൊരു 2 പുസ്തകം എടുത്ത് കയ്യൊപ്പൊക്കെ ഇട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കിരിക്കട്ടെ, നല്ല പുസ്തകമാണത്. ഒന്ന്, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. അത് എൻ്റെ കയ്യിലുള്ള പുസ്തകമാണെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞില്ല, ഇതിരിക്കട്ടെ, നിനക്ക് ഇതൊരു നല്ല പുസ്തകമാണ്. അങ്ങനെ ഞാൻ പോരാൻ നേരം അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇല്ല മോളെ, ഈ വൃദ്ധദിനത്തിന്റെ മന്ദിരത്തിന്റെ പടി കടന്നു വരുന്നവരൊക്കെ ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനോ പിറന്നാൾ ആഘോഷിക്കാനോ കേക്കും മധുരപലഹാരങ്ങളുമായി വരുന്നവരാ. അവരാരും പിന്നെ വരാറില്ല. അവരൊക്കെ വേറെ വൃദ്ധമന്ദിരമോ അനാഥാലയോ തേടിയാ പിന്നെ പോകുന്നേ. നീയും വരത്തില്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നി. ഞാൻ കെട്ടിപ്പിടിച്ച് 2-3 ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാം. ഞാൻ അവിടുന്ന് പോന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ അമ്മച്ചിയെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലൊരു വല്ലാത്ത ഇഷ്ടം. കഴിഞ്ഞ ജന്മത്തിൽ ഇവരെന്റെ ആരോ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് പാമ്പാടിയിൽ ഒരു വീടും 50 സെന്റ് സ്ഥലവും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ എങ്ങനെ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, അമ്മച്ചി, ആ പാമ്പാടിയിലെ വീടും 50 സെന്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അമ്മച്ചിയെ പൊന്നുപോലെ നോക്കാം. പൊടി അവിടുന്ന്. അതെന്റെ ഇളയമോൻ ബാലൂന്. അവനെവിടാ? ഹൂസ്റ്റണിലെ ഡോക്ടർ. തള്ള അവിടെ നിന്നോളാൻ പറ. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ കഴുത്തിലൊരു വലിയ മാല, കയ്യിൽ ഒരു 5-6 വള, സ്വർണ്ണാണോ ഇതൊക്കെ? അതേടി, ലോക്കറിലും ഉണ്ട് ഗോൾഡൊക്കെ. എൻ്റെ ഹസ്ബൻഡ് ഗോൾഡൊന്നും എടുത്തിട്ടില്ല, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു, ലോക്കറിലെ എനിക്ക് വേണ്ട, കയ്യെ കിടക്കുന്ന വളയും കഴുത്ത കിടക്കുന്ന മാലയും എനിക്ക് തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അമ്മച്ചിയെ
പൊന്നുപോലെ നോക്കാം. പൊടി അവിടുന്ന് ഇളയമോള് ബീനയ്ക്ക് തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു. നല്ല ബുദ്ധിയാ ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ സാധനങ്ങൾ വെച്ച് കാത്തിരിക്കുന്ന അമ്മ. ഈ അമ്മച്ചി, ഞാൻ തമാശ പറയുന്നതാണ് ഇതൊക്കെ എങ്കിലും അമ്മച്ചി ഞാൻ ഇവിടെ കൂട്ടായി. ഈ അടുത്ത നാളിൽ അമ്മച്ചിക്ക് അസുഖം കൂടി. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗ്രേസ് നിനക്ക് നേരം കിട്ടുമോ ഇവിടം വരെ വരാം. അമ്മച്ചി മരണത്തോട് അടുക്കുകയാണ്, അതിനു മുമ്പ് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ ഓടിപ്പോയി. ഞാൻ ആ മുറിയിൽ കയറി. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചായിരുന്നു മുദ്രപത്രം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോന്ന്. സിസ്റ്റർ പറഞ്ഞു വേണ്ടെന്ന്. എന്തായാലും കൊള്ളാം. അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഞാൻ 1000 ഉമ്മകൾ കൊടുത്തു. മൂക്കി പഞ്ഞി വെച്ച് കിടക്കുമ്പം ആരെങ്കിലുമൊക്കെ വന്ന് ഉമ്മ കൊടുക്കും. വഴിയെ വരുന്നവര് വരെ ഉമ്മ കൊടുത്തെന്ന് വരാം. സ്നേഹത്തോടെ ജീവനോടെ ഇരിക്കുമ്പോ കിട്ടുന്ന ഉമ്മ അതല്ല. അപ്പോഴ് ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് കൈയെടുത്ത് എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാല് സാധിച്ചു തരാവോ? എന്നെ ദയനീയമായി ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞ, അമ്മച്ചി മരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് ദൈവനിശ്ചയമാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. അമ്മച്ചി മരിച്ച് സ്വർഗത്തിൽ പോകും. സ്വർഗ കവാടങ്ങൾ തുറന്ന് തമ്പുരാന്റെ തിരുമുഖം കണ്ട് കേറി 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 പോകുമ്പോഴ് അമ്മച്ചിക്ക് തമ്പുരാനോടൊന്ന് പറയാവോ, ഗ്രേസ് ലാലെന്ന്? അവൾ ഇതിലെ നടക്കുന്നത് തമ്പുരാന് വേണ്ടിയാണെന്ന്. എനിക്കും തമ്പുരാനും ഇടയിൽ ഒരു മധ്യസ്ഥ നിൽക്കാൻ പറ്റോ? എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു, അത് മതി, എനിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ വിളിക്കും, ഓടി വരണം. അമ്മച്ചി 2 ദിവസം കഴിഞ്ഞാ മരിച്ചത്. എന്തു ഭയങ്കര ശവോടക്കാരെന്നറിയാവോ? ഞാനും കോട്ടയത്ത് നിന്നൊരു പൂച്ചെണ്ടൊക്കെ ആയിട്ടാ പോയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂക്കൾക്ക് നടുവില്ല പാർട്ടിയുടെ കിടപ്പ്. എൻ്റെ പൂ എന്നാ പൂ പിന്നെ വെക്കണ്ടേ? അതെന്നാ വെച്ചാൽ മക്കളൊക്കെ അമേരിക്കയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. അവരവിടെ ഇരുന്ന് തന്നെ ഓൺലൈനിലല്ലേ ഏർപ്പാട് ചെയ്തതാ. എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റ് വരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ. അവരെല്ലാം ശരിയാക്കി വെച്ചതാ. പിന്നെ ഞാൻ പൂ വെച്ച അമ്മച്ചി ഒന്ന് നോക്കിയപ്പോ അമ്മച്ചി ഭയങ്കര സുന്ദരിയായിട്ട് കിടക്കുന്നു. അപ്പൊ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചി തന്നെയാണ് ആ അമ്മച്ചി. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയേ? ഞാൻ പറഞ്ഞു, അല്ല എടേ അത് തന്നെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര സുന്ദരിയാ? എന്നാ പറഞ്ഞു, അതേ ഇല്ലേ, ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കി കിടത്തിയതാ. തിരുമേനിക്ക് അറിയാവോന്ന് എനിക്കറിയില്ല. മരിച്ചു കഴിയുമ്പോ കാണിക്കുന്ന പ്രഹസനങ്ങളാ ഇതൊക്കെ. അപ്പൊ ഞാൻ പതുക്കെ സിസ്റ്ററിനോട് പറഞ്ഞു, ആ ബ്യൂട്ടീഷ്യന്റെ നമ്പർ എനിക്കൊന്ന് വേണമായിരുന്നു. അപ്പൊ സിസ്റ്റർ തന്നു. ഞാൻ വീട്ടിൽ കൊണ്ട് എൻ്റെ 2 മരുമക്കളെ ഇരുത്തിയിട്ട് ഈ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ അമ്മ മരിക്കും. അവർക്ക് 2 പേർക്ക് സന്തോഷം. എന്നോട് ചോദിക്കും എപ്പോഴാണ്. ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, ഏതായാലും അമ്മ മരിക്കും. അമ്മ മരിക്കുമ്പോ കൊണാന്നൊന്നും കൊണ്ട കിടത്തരുത്. ഈ ബ്യൂട്ടീഷ്യനെ കൊണ്ട് വേണം ഒരുക്കി കിടത്താൻ. അവർ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ആർക്കാരോടെ ഇവിടെ സ്നേഹം? മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹമാണെന്നോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളുടെ മക്കളുടെ മനസ്സാകുന്ന ശ്രീകോവിലില് അവര് നമ്മളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെകയണം. ചെലവെഴുതാൻ പഠിച്ചാ പോരാ, വരവ് വെപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കണക്ക് ടാലിയല്ല പല വീടുകളിലും. മാതാപിതാക്കൾ പറയാറുണ്ട്, ആർക്ക് വേണ്ടിയാടി ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഇപ്പൊ എഴുന്നേക്കുന്ന ആടി, അങ്ങനെ ആടി, ഇങ്ങനെ ആടി. മക്കൾ തിരിച്ചു ചോദിക്കും, തള്ള ആരാണ്ട് പറഞ്ഞായിരുന്നോ നിങ്ങളോട് ഇതൊക്കെ? അതെ, വരവും ചെലവും കൂടെ ഇവിടെ ടാലിയാകുന്നില്ല. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പന്റെ അമ്മയുടെ കൈകളിലൂടെ മക്കളിൽ വന്നുപെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു.
ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഫലമായിട്ടാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം എഴുതുന്നു, ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കു മുതൽ രണ്ടുപേർക്കും തുല്യാണ്. അച്ഛനും മുടക്കി 23, അമ്മയും മുടക്കി 23. കൊച്ചു മിടുക്കനാണെങ്കിൽ ഇവരെന്നാ പറയുന്നത്? എന്റെ മോന എന്റെ മോനാന്ന് പറയും. മോശമാണെങ്കിലോ തള്ള ഒറ്റ കുഴപ്പാന്ന് പറയും. നീ അത് സമ്മതിക്കണ്ട കേട്ടോ. 23ന്റെ ഉത്തരവാദിത്വം ഒന്നു മനുഷ്യനെ നിങ്ങൾ അത്ര ഏറ്റെടുത്താൽ മതി. വേറെ വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് വിളിച്ചാൽ മതി. അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. ഒരു കുഞ്ഞിന്റെ നിറം നിർണ്ണയിക്കുന്നത്, പൊക്കം നിർണ്ണയിക്കുന്നത്, സൗന്ദര്യം നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്ന ജീൻ എന്ന ഘടകമാണ്. അത് ഒരു ക്രോമസോമിൽ 10,000-ൽ ഉണ്ട്. 46 ക്രോമസോമുകൾ വരുമ്പോൾ 5.5 ലക്ഷം ജീനുകളാണ്. 5.5 ലക്ഷം ജീൻ എന്ന് പറഞ്ഞാൽ അപ്പന്റെ അമ്മയുടെ മാത്രമല്ല, വല്യപ്പന്റെ വല്യമ്മയുടെ കാരണന്മാരുടെയോ 100 വർഷം പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുട്ടിക്ക് കയറി വരും. 5 തലമുറയാ പറയുന്നത്, 100 years ബാക്ക്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോ ചിലപ്പോ ഇപ്പൊ എന്നെ കണ്ടാൽ 5 തലമുറ പിറകെ ജീവിച്ചിരുന്ന ഒരു വല്യമ്മയെ പോലെ തന്നെയാകും. അവർ 75 ക്ലോസ് ആയെങ്കിൽ എനിക്ക് ഇനി 2 വർഷം കൂടെ ഉള്ളൂ. പക്ഷെ അവര് 90 അതെനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. പിള്ളേർക്ക് വല്ലതും മനസ്സിലായോ? അതിനാണ് ഈ വഴി കിടക്കുന്നതിനെ ഇൻസ്റ്റായി കണ്ടതിനെ എപ്പി കണ്ടതിനെയും കൊണ്ടുവരരുത്. പാരമ്പര്യമുള്ള കുടുംബത്തിൽ വീട്ടുകാർ പോയി തപ്പിക്കൊണ്ട് വന്നു. അതിനായി പറഞ്ഞു കൊടുക്കുന്നത്.